എന്നാ കുടിച്ചോ. എന്തുപറ്റി? ഒന്നുമില്ല, മധുരം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ക്ഷമയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അതെ, ലതയുടെ ബന്ധത്തിലുള്ള പയ്യൻ തന്നെയാ. അവനങ്ങ് അമേരിക്കയിലാ ജോലി. ഈ ഓഗസ്റ്റിൽ വരും. അപ്പൊ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നേ. ക്ഷമയുടെ പയ്യനെ വീട്ടുകാരായിട്ട് കണ്ടുപിടിച്ചതാണോ അതോ അനിയത്തിയെ പോലെ മയക്കെടുത്തതാണോ? ഞാൻ നിങ്ങളുടെ മോനെ മയക്കി എടുത്തിട്ടൊന്നുമില്ല. നീ ആള് കൊള്ളാലോ വച്ചേ. ഇപ്പഴേ എന്നോട് തറുതല പറഞ്ഞു തുടങ്ങിയോ? ഇക്കണക്കിന് കല്യാണം നടന്ന നീ എന്നെ ഒതുക്കിയെടുത്തൊരു മൂലക്കിരുത്തുമല്ലോ. ഈ സ്വഭാവം എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം നല്ലതല്ല. അമ്മ ഒന്നും മിണ്ടായിരിക്കമ്മേ. നീ ചുമ്മാതിരടാ. പറയാനുള്ളത് ഏത് പൊന്നു തമ്പരാന്റെ മുഖത്ത് നോക്കിയും പറയും ഈ അമ്പിളിയമ്മ. കണ്ണും കലാശവും കാണിച്ച് മയക്കെടുത്തത് തന്നെയാ നിന്നെ. അല്ലാതെ ഇവരുടെ കുടുംബ മഹിമ കണ്ടിട്ട് കല്യാണം ആലോചിക്കാൻ വന്ന അല്ലല്ലോ നമ്മള്. അമ്പിളിയമ്മേ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ പെമക്കളെ കണ്ണും കലാശം കാണിച്ച് ആമ്പിളരെ മയക്കിടക്കാൻ നടക്കുന്നവരൊന്നുമല്ല. ആ രീതിയിലല്ല ഞങ്ങൾ അവരെ വളർത്തുന്നത്. ഓഹോ, അങ്ങനെ വളർത്തിയതിന്റെ ഗുണമൊന്നും കൂടുതൽ പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. മൂത്ത മോളുടെ ജോലി പോയ കാര്യവും അതിന്റെ കാരണമൊക്കെ ഞാൻ അറിഞ്ഞു. ജോലി ചെയ്ത കമ്പനിയെ തട്ടിപ്പ് നടത്തിയാന് പറഞ്ഞു വിട്ടതല്ലേ നിങ്ങളുടെ മകളെ? എന്നിട്ടിപ്പോ കൊമ്പത്തെ ന്യായവും പറഞ്ഞ് എന്നോട് തർക്കിക്കാൻ വരുന്നോ? അമ്മ ഒന്ന് അടങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം. പിന്നെ വരണോന്നില്ല. നിങ്ങളെപ്പോലെ വലിയ കുടുംബക്കാർക്ക് ബന്ധം കൂടാൻ പറ്റുന്ന ആൾക്കാരല്ല ഞങ്ങളെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ കുടുംബത്തോട് ആരും പെണ്ണന്വേഷിച്ച് വരണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. നമുക്ക് സമാധാനമായിട്ട് പിന്നെ ചുമ്മാ ഇറക്കാൻ നിൽക്കാതെ ഇറങ്ങി വാടാ. അമ്മയും മക്കളും ഒക്കെ ആ ടൈപ്പ് ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? നീ അമ്മയെ വിളിച്ച് പോകുന്നോ? ഞങ്ങളൊന്ന് പൊയ്ക്കോളാം. അല്ലേലും ഇവിടെ വന്ന് വിരുന്നുകൊണ്ട് പാർക്കാൻ വന്നവരല്ലല്ലോ ഞങ്ങള്. എന്തായാലും എല്ലാവരുടെയും തനിനിറം മനസ്സിലായല്ലോ ഇപ്പൊ. എന്റെ ശിവനെ, എന്റെ ചെറുക്കനെ വലിയൊരു ആപത്തിന്ന് രക്ഷിച്ചല്ലോ ഭഗവാനെ. ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു പെണ്ണിനെ ആര് കെട്ടം വരുമെന്നാ? ഇനി ആരെ കൊണ്ട് കെട്ടിച്ചാലും നിങ്ങളെ മോനെ അവളെ തരുന്ന പ്രശ്നമില്ല. മോളെ കിട്ടാഞ്ഞിട്ട് എന്റെ ചെറുക്കൻ നിന്ന് മൂത്ത് നിറച്ച് പോവല്ലേ? അവനെ നല്ല രാജകുമാരിയെ പോലത്തെ പെണ്ണിനെ കിട്ടൂടി. എങ്കിലേ നിങ്ങളെക്കാട്ടിലും അന്തസ്സും തറവാട്ട് മഹിമയുള്ള വീട്ടിലേക്ക് എന്റെ മോളെ ഞാൻ കെട്ടിച്ചു വിടും. നമുക്ക് കാണാടി. ഏത് നേരത്താണോ എന്തോ നീ എന്ത് ഭാവിച്ചാലേ? അവര് നമ്മുടെ വീട്ടിൽ വന്നവരല്ലേ? അവരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടായാൽ പോലും നമ്മളല്ലേ അത് ക്ഷമിക്കണ്ടേ? ക്ഷമിക്കൊരു പരിധിയുണ്ട്. വന്ന് കേറി പോയത് തുടങ്ങിയത് അവര്. അതൊക്കെ ഞാൻ സഹിച്ചില്ലേ. പക്ഷെ എന്റെ പിള്ളേരെ പറഞ്ഞോണ്ടല്ലോ, അത് കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ മക്കളെ എന്തും പറയും എന്ന് വെച്ച് വഴിയെ പോകുന്നവരും വരുന്നവരൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ തല ഞാൻ എടുക്കും. ഒരു കൊമ്പത്തെ കമ്പിളിയമ്മ വന്നിരിക്കുന്നു. എനിക്ക് BP കയറ്റിയേ നിങ്ങളുടെ അമ്മ അടങ്ങും. എന്താ പറയാ? ഇപ്പൊ സന്തോഷായില്ലേ ഗോപേട്ട? ആയി മോളെ, ഒരുപാട് ഒരുപാട് സന്തോഷായി. ഇന്ന് വൈകിട്ട് നിന്റെ ചെലവ്. ഷുവർ.
തണുക്കില്ല, ഒരിക്കലും തണുക്കൂല. തണുപ്പില്ലേ? ആര് പറഞ്ഞു? നല്ല തണുപ്പുണ്ടല്ലോ. ഓ, ഇതിന്റെ കാര്യല്ലടി ഞാൻ പറഞ്ഞത്. നിന്റെ അമ്മയുടെ ആ അമ്പിളി അമ്മയുടെ മനസ്സ് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ തണുക്കില്ലെന്നാ പറഞ്ഞത്. അത് നേരെ. അയ്യേ, ആ അമ്പിളി അമ്മ ഇത്ര കലമ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അലമ്പിന്റെ കാര്യത്തില് നിന്റെ അമ്മയും തീരെ മോശമല്ലാന്ന് ഇന്ന് തെളിയിച്ചു. ഹോ, എന്തായിരുന്നു രണ്ടിന്റെ പ്രകടനം. ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചിരുന്നെങ്കിൽ സീൻ ശരിക്കും ഡാർക്കായനെ. അമ്മയുടെ സ്വഭാവം അങ്ങനെയാ മോളെ. ഞങ്ങളെ അച്ഛനെയും അമ്മയ്ക്ക് എന്തും പറയാം. വേറെ ആരെങ്കിലും ഞങ്ങളെ കുറ്റം പറയുന്നത് കേട്ടാൽ അമ്മ അവരുടെ തലയെടുക്കും. അമ്പിളിയമ്മ നിനക്കും നിന്റെ അമ്മയ്ക്ക് കൊട്ടേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ചീഞ്ഞിട്ടാ പാവ അവിടുന്ന് എസ്കേപ്പ് ആയത്. എന്തായാലും വേണ്ടില്ല, സംഭവം ചീറ്റിപ്പോയല്ലോ, അത്രയും മതി. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ മോളെ. നിന്റെ അമ്മച്ചിയുടെ വാശി കണ്ടിട്ട് അമ്പിളിയമ്മയേക്കാൾ കൊമ്പത്തെ കുടുംബത്തിലേക്ക് നിന്നെ കെട്ടിച്ചു വിടുന്ന എനിക്ക് തോന്നുന്നേ. ഏയ്, അതമ്മ അപ്പോഴത്തെ ഒരു മൂഡിന് വെറുതെ പറഞ്ഞതാ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടത്താൻ സമ്മതിക്കാതെ കട്ടക്ക് ഞാൻ പിടിച്ചു നിൽക്കും, ഉറപ്പാ. കർത്താവേ, ദേ ഉണ്ണിമുകുന്ദൻ. അയ്യോ ഈശ്വര, കാണല്ലേ. എടി, നമ്മള് പെട്ടുമോളെ. നീ നല്ലപോലെ മസിൽ പിടിച്ചു നിന്നോ. ആക്ച്വലി ഞാൻ ദേക്കുട്ടിയെ വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? അല്ല, ഇന്ന് അവിടെ വെച്ച് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയതേ ദേക്കും വീട്ടുകാർക്ക് നല്ല വിഷമായെന്ന് എനിക്കറിയാം. ദേക്കുട്ടി ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. അമ്മയുടെ സ്വഭാവം അങ്ങനെയാ, ഒരു പ്രത്യേക ക്യാരക്ടറാ. ഐ എം റിയലി സോറി. അത് സാരില്ല മുകുന്ദൻ ഉണ്ണി ചേട്ടാ. ഇവളുടെ അമ്മ ഒരു പ്രത്യേക ക്യാരക്ടറാണെന്ന് ഇന്ന് അമ്പിളിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദേക്കുട്ടി വിഷമിക്കരുത്. നമ്മുടെ വീട്ടുകാർ തമ്മിൽ പിണങ്ങിന്ന് വെച്ച് എന്റെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല. എന്നെങ്കിലും ഞാനൊരു കല്യാണം കഴിക്കുന്നെങ്കിൽ അത് ദേക്കുട്ടിയെ മാത്രമായിരിക്കും. അത് ഉണ്ണി മുകുന്ദൻ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ദേ, എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കണം, പറഞ്ഞേക്കാം. സലോമി, ഞാൻ പോകുന്നു. നിക്കടി, ഞാൻ വീട്ടിലാക്കാം. എന്താ ഈ കുട്ടി ഇങ്ങനെ? കഷ്ടം. ഈ കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അവളുടെ സ്ഥാനത്ത് ഞാൻ വല്ല ആയിരുന്നെങ്കിലേ വിരല് 4 ചേട്ടന്റെ കവിളത്ത് 15. ഹലോ ചേട്ടാ, എന്താ? എന്താ കടിച്ച പോലെ? നിങ്ങൾ ഇന്ന് അമ്മയും കുട്ടി അവിടെ പോയത് പെണ്ണ് ചോദിക്കാനോ അത് കുടുംബ മഹിമ പറഞ്ഞ് മത്സരിക്കാനോ? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് സോറി പറയുന്നു. ഛേ, ഞാൻ എന്ത് ചെയ്യാനാ സലോമി? മരിക്കുന്നത് വരെ എന്റെ അമ്മയുടെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. ആ, എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി ആലോചിക്കാം. എന്താ? അയ്യോ, അത് പറ്റില്ല. അല്ല, അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ദേക്കുട്ടിയെ സമ്മതിപ്പിക്കാൻ സലോമി വിചാരിച്ചാലേ പറ്റൂ. ഞാൻ വിചാരിക്കാനിട്ടാണോ ചേട്ടാ? എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവളെ ഒന്ന് ട്രാക്കിലാക്കിയതെന്ന് അറിയോ? എന്നിട്ട് അമ്മയും മോനും കൂടെ എല്ലാം ചളകൊളാക്കിയില്ലേ? പറ്റിപ്പോയി സലോമി. ഇനി അതും പറഞ്ഞ് എന്നെ കൂടുതൽ ടെൻഷൻ ആക്കല്ലേ പ്ലീസ്. ഇനി എന്നെ സഹായിക്കാൻ സലോമി മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. ആ പിന്നെ ആ. അവളുടെ മനസ്സിന്ന് ദേഷ്യം പിണക്കൊക്കെ ഒന്ന് മാറുന്നവരെ കല്യാണ കാര്യവും പറഞ്ഞ് അവളുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്യരുത്. ഇതൊക്കെ ഒന്ന് ക്ലിയർ ആകുമ്പോ ഞാൻ പറയാം. മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. എല്ലാ സലോമി പറയുന്ന പോലെ. എന്താ ഞാൻ പോട്ടെ? ആ, ഇത് എന്റെ വണ്ടിയല്ലോ. കാർ എടുത്ത് വന്നാ മതിയായിരുന്നു. ഒന്ന് നിന്നേ. ക്യാഷ് വല്ലതുണ്ടോ കയ്യില്? വണ്ടിക്ക് പിന്നെ പണിയായി കാണുമല്ലേ? കറക്റ്റ്. എങ്ങനെ മനസ്സിലായി ചേട്ടന്? ആ, ഞാൻ ഊഹിച്ചു. 3000 ഉണ്ട്. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി അടുത്ത പണി വരുമ്പോ തരാം. താങ്ക് യു ചേട്ടാ. എല്ലാം കൂടി ഞാൻ തിരിച്ചു തരാം കേട്ടോ. ധൃതിയൊന്നും ഇല്ലാന്നേ, പതുക്കെ മതി. എന്നാ പോട്ടെ. ശരി ശരി. ഇത്രയും പണിയുള്ളൊരു വണ്ടി ഈ പഞ്ചായത്തിൽ ഇവക്ക് മാത്രമേ കാണൂ. എന്ത് ചെയ്യാം, ആവശ്യം എന്റെ ആയി പോയില്ലേ. തന്റെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞില്ല ഇതുവരെ? കഴിഞ്ഞു. എന്നാലും എന്തൊക്കെയോ മറന്നു എന്നൊരു പേടിയുണ്ട്. അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ.
നമ്മൾ മാത്രം അങ്ങ് ചെന്നാ മതിയെന്നാ രവിയും വീണയും പറഞ്ഞത്. അവരവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കുറച്ചു മുമ്പ് അവൻ വിളിച്ചപ്പോഴും പറഞ്ഞു. വീണയും അങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്നാലും കൈയും വീശി കയറി ചെല്ലാൻ ഒരു മടി. അവർക്കുള്ള സാധനങ്ങളാ കൂടുതലും. രണ്ടുപേരും നൊസ്റ്റാൾജിയുടെ ആൾക്കാരല്ലേ. എന്ന് വെച്ച് കണ്ണി കണ്ടതെല്ലാം ബാഗിൽ കുത്തിത്തിരികണ്ട. ആരോട് പറയാൻ? ഈ വീടും കൂടി പാക്ക് ചെയ്ത് പെട്ടിയിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാ നിന്റെ മമ്മിയുടെ സങ്കടം. മെഡിക്കൽ റിപ്പോർട്ട്സ് മറന്നില്ലല്ലോ. അതൊക്കെ നേരത്തെ തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്. ഹാർഡ് കോപ്പി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എല്ലാം ഓക്കെ. ഇനി രാവിലെ അങ്ങ് പുറപ്പെട്ടാ മതി അല്ലടോ? പപ്പാജി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കണം. ഐ എം ഓൾ റൈറ്റ് മൈ സൺ. ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടത്തെ കാര്യമാണ്. ഇപ്പൊ അതുമില്ല. എല്ലാത്തിനും നീ ഉണ്ടല്ലോ. നൗ ഐ എം സ്ട്രോങ്. ഒരുപാട് നാള് കൂടിയാ നിന്നെ ഒന്ന് അടുത്ത് കിട്ടിയത്. ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ഞാനും ഒപ്പം പോകാന്ന് വെച്ചത്. നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും പവി. ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് മമ്മി. എപ്പോ കാണണം തോന്നിയാലും ഒരു വീഡിയോ കോൾ. ഞാൻ തനിച്ചു പോകാന്ന് നിന്റെ മമ്മിയോട് ആവുന്നത് പറഞ്ഞോ? അവിടെ രവിക്കും വീണയ്ക്കും മാനേജ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ കേക്കണ്ടേ? അതേതായാലും നന്നായി പപ്പാജി. മമ്മി ഒപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളവർക്ക് വല്ല സമാധാനം കിട്ടുമോ? പോടാ. ആ എത്തിയോ? നീ ഇത് എവിടെയായിരുന്നു നവീൻ? ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോയതാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഈ ചേട്ടനുണ്ടെന്നുള്ള ധൈര്യത്തിൽ നീ ഏതു നേരവും ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനി കൂടി നടക്കരുത് കേട്ടോ. പപ്പാജിയും സ്ഥലത്തില്ല. ദേ പവിയെ സഹായിക്കാൻ എപ്പോഴും നീ കൂടെ ഉണ്ടാവണം. ഓ, നമ്മുടെ സഹായം ഏട്ടൻ ആവശ്യമില്ല മമ്മി. എല്ലാ കാര്യങ്ങളും ഏട്ടൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതാ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. യെസ് യെസ്, പവിക്ക് നിന്റെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവണം നവി. അതൊക്കെ ഇവനോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ പപ്പാജി? ഇവൻ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലടാ. നാളെ 6:30 ഫ്ലൈറ്റ്. പുലർച്ചെ 3:30 പോണം. പവൻ രാവിലെ ഞങ്ങളെ എയർപോർട്ടിൽ വിടാമെന്ന് പറഞ്ഞു. ഓ, അപ്പൊ അതിന്റെ ചാർജും ചേട്ടായിക്കാണല്ലേ? ഓക്കെ. അതുകൊണ്ടല്ല മോനെ, നിന്റെ ഉറക്കപ്രാന്തം ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇവനെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു മമ്മി. നാളെ നിങ്ങളെ സീ ഓഫ് ചെയ്യാൻ ഇവനും വരും. ഓ, നമ്മളില്ലേ ചേട്ടായനെ പോയാ മതി. അത് പറ്റില്ല. തിരിച്ചു വരുമ്പോ എനിക്കൊരു കമ്പനി വേണമല്ലോ. സോ അശോക് മാധവനെ ഞാനും മിസ്സസ് മാധവനെ നീയും സീ ഓഫ് ചെയ്യുന്നു. യു ഷുഡ് കം. ഓക്കെ? അപ്പോ ഇനിയും സംസാരിച്ച സമയം കളയുന്നില്ല. ഓരോരുത്തർ റെഡിയാവണ്ടേ? ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് പപ്പാജി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പപ്പാജി. ഗുഡ് നൈറ്റ്. പവി, നവീന് ഞങ്ങൾ പോകുന്ന എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവന്റെയും മറ്റുള്ളവരുടെയും കണ്ണിൽ ഞങ്ങളുടേത് ഒരു പ്ലഷർ ട്രിപ്പാണ്. ഞങ്ങൾ മടങ്ങിയെത്തും വരെ എല്ലാവരും അങ്ങനെ തന്നെ ധരിച്ചോട്ടെ. അശോക് മാധവ് രോഗബാധിതനായെന്നറിഞ്ഞാൽ അതും ഏഞ്ചൽ മറിയ ഒരു അവസരമാക്കിയെടുക്കും. ഐ നോ പപ്പാജി, ഐ നോ വെൽ. പേടിക്കണ്ട, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. പപ്പാജി ധൈര്യമായിട്ട് പോയിട്ട് വരും. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? മാക്സിമം ഡിസ്കൗണ്ട് ഇട്ടല്ലേ ബില്ലിട്ടിരിക്കുന്നേ. ആ ശരി ശരി. ബഷീറോ? കച്ചവടം തകർത്ത് നടക്കുകയാണല്ലോ മുതലാളി. ഒന്ന് പോ ബഷീറെ, കളിയാക്കാതെ. എന്ത് കച്ചവടം? രാവിലെ മുതൽ ഇത്രയും നേരം വരെ ഇരുന്നിട്ട് ആകെ പോയത് ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറും മാത്രം. മെനക്കേട് പോട്ടെ നോക്കാം. കറണ്ട് കാശ് പോലും മുതലാവുന്നില്ലല്ലോ. അത് തന്റെ മാത്രം പ്രശ്നമല്ലടോ. ചില മക്കാർ പിടിച്ച ദിവസങ്ങളിൽ അങ്ങനെയാ. 5 കാശിന്റെ വരവ് ഉണ്ടാകുകയില്ല, എന്നാൽ ചിലവിനിട്ടോ കുറവ് കാണുകയില്ല. ചില ദിവസത്തെ കാര്യം മാത്രമാണെങ്കിൽ പോട്ടെ നോക്കാം. ഇതിപ്പോ ഏതാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ വാടക കാശ് കൊടുക്കണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. അപ്പൊ കടം ഓടി പിടിപ്പിച്ചിട്ടും മെച്ചൊന്നും ഇല്ലല്ലേ? എവിടെ? അതെന്റെ മോൾക്ക് തോന്നിയൊരു പാഴ്ബുദ്ധിയാ. 7-8 ലക്ഷം രൂപ അങ്ങനെ ഒരു രൂപത്തിലും കടമുണ്ടാക്കി. പാവപ്പെട്ടവര് വഴിയോര കച്ചവടക്കാരുടെ നിന്ന് വാങ്ങിക്കും. കയ്യിൽ കാശുള്ളവര് വലിയ ഷോപ്പിംഗ് മാളിൽ പോകും. പിന്നെ ബ്രാൻഡ് കടകളിൽ. പെട്ടുപോകുന്നത് നമ്മൾ മാത്രം. അത് നേരാ. എന്താ ഭായി കാണണമെന്ന് പറഞ്ഞത്? ആ, അത് പറയാം. തനിക്കൂടി ഗുണമുള്ള കാര്യ. എന്നാ ധൈര്യമായിട്ട് പറ, എന്താ സംഭവം? കൊള്ളാവുന്ന പാർട്ടീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഷോപ്പ് ഒന്ന് കൊടുത്താലോ എന്ന് ആലോചിക്കാം. വാടകയ്ക്കോ?
അല്ലടോ വിലയ്ക്ക. വിൽക്കാനോ? അതെന്താ ഭായി പെട്ടെന്നൊരു തീരുമാനം? നിങ്ങൾക്ക് ഇപ്പൊ കാശിന് എന്താ ഇത്ര അത്യാവശ്യം? പെങ്കൊച്ചുങ്ങളുടെ കല്യാണം വല്ലതും ആയോ? ആ അങ്ങനെ ഒരു ആലോചനയുണ്ട്. പിന്നെ ഇളയ മോക്ക് വേണ്ടി വരുത്തി വെച്ച ചില കടങ്ങളുണ്ട്. അത് മാത്രമല്ല ബഷീർ, ഇളയവള് നോക്കി നടത്തുമെന്ന് വിചാരിച്ചിട്ടാ ഈ കടയൊക്കെ ഒന്ന് പുതുക്കിപ്പെടുന്നത്. അവൾക്കാണെങ്കിൽ ഇപ്പൊ ജോലിയായി. വേണ്ട രീതിയിൽ നോക്കി നടത്താനാണെങ്കിൽ എനിക്കും പറ്റാതായി. അങ്ങനെ എല്ലാം കൂടി ആലോചിച്ച് നോക്കിയപ്പോ ഇതങ്ങ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അത് നേരാ. അല്ല, എത്രയാ താൻ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ കിട്ടാവുന്നതിന് മാക്സിമം താൻ എനിക്ക് വാങ്ങിത്തരണം. തന്നോടകം എനിക്ക് വിശ്വസിച്ച് പറയാലോ. 3.5 സെന്റും ഈ ഷോപ്പും കൂടി ചേർത്ത് ഒരു 19 ലക്ഷം രൂപ കിട്ടില്ലടോ. 80 ലക്ഷം അത്രയും കടുപ്പിക്കേണ്ട ഭായി, നടക്കൂല. ഇപ്പൊ ഇതുപോലുള്ള ഷോപ്പുകൾക്ക് കാശ് മുടക്കാനൊന്നും പാർട്ടീസ് ഇല്ലടോ. നല്ല പാർട്ടീസ് ആണെങ്കിൽ വിലയിൽ അത്യാവശ്യം നമുക്ക് ചില വെട്ടിവീഴ്ചകളൊക്കെ ചെയ്യാം. എന്നാലും തീരെ അങ്ങ് താഴരുത്. അറിയാലോ, കുടുംബപരമായിട്ട് ആകെ കിട്ടിയ സ്വത്താ. വിറ്റുകളയാൻ മനസ്സുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് തന്റെ കാര്യമായതുകൊണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം. ഇപ്പൊ അത്രയേ പറയാൻ പറ്റൂ. ബാക്കിയെല്ലാം പടച്ചോന്റെ മനസ്സ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്പലമുക്കിൽ ഒരു പാർട്ടി വെയിറ്റ് ചെയ്യാം. ഒരു 6 സെന്റ് ഡീല് പല്ലു തടയോ നോക്കട്ടെ. ശരിയപ്പം ഈ കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കണേ. ഏറ്റന്നേ, താൻ ധൈര്യമായിട്ടിരിക്കുക. ഹലോ ഏഞ്ചൽ. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. മോർണിംഗ്. നീ എവിടെയാ? ഞാൻ ഓഫീസിലാ. നീ എന്താ ഇപ്പൊ വിളിച്ചേ? വെറുതെ ഇരുന്നപ്പോ എന്റെ ചെറുക്കനെ വിളിച്ചു ഇത്തിരി നേരം സൊല്ലാന്ന് കരുതി. എന്താ കുഴപ്പമുണ്ടോ? ഏഞ്ചൽ, തമാശ കളിക്കാനുള്ള സമയമല്ലേ ഇപ്പോ. ചേട്ടനുണ്ട് ഓഫീസിൽ. ഡോണ്ട് യു നോ ദാറ്റ്? ചൂടാവത മോനെ, എനിക്കറിയാം നീ ഇപ്പൊ സർവൈലൻസിലാണെന്ന്. ഞാനിപ്പോ വിളിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാ. മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസി ഡ്രീംസുമായി ചേർന്ന് ഒരു ഇൻഡോ അമേരിക്കൻ പ്രോജക്ടിന്റെ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. നിനക്കതെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? അങ്ങനെ ഒരു പ്രൊജക്ടിന്റെ കാര്യം പപ്പാജി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫൈനൽ ആയിട്ടില്ലെന്നാ തോന്നുന്നത്. നോ നവീൻ, ആ ഡീൽ ഉടനെ നടക്കുന്ന ഞാൻ അറിഞ്ഞത്. നിന്റെ പപ്പാജിയുടെ ഫോറിൻ വിസിറ്റ് പോലും അതുമായി ബന്ധപ്പെട്ടാന്നാ തോന്നുന്നത് എനിക്ക്. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. പപ്പാജിയുടെ അതൊരു പേഴ്സണൽ വിസിറ്റാ. അല്ല, താനിതെങ്ങനെ അറിഞ്ഞു? അതറിയാനുള്ള സോഴ്സ് എനിക്കുണ്ടെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ വിളിച്ചത് ആ പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. സോ അതെങ്ങനെയെങ്കിലും ട്രേസ് ഔട്ട് ചെയ്യണം. എങ്കിലേ ഡ്രീംസിനേക്കാൾ കുറഞ്ഞ തുകയിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. നോ വേ ഏഞ്ചൽ, അത് നടക്കില്ല. പഴയതുപോലെ ഇവിടെ സഹായിക്കാൻ എന്നെ ആരുമില്ല. നിനക്കത് അറിയുന്നല്ലേ. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എളുപ്പോ. പക്ഷെ അത് നേടിയെടുക്കുന്നിടത്താ നമ്മുടെ മിടുക്ക്. നവീൻ, അറ്റ് എനി കോസ്റ്റ് ആ ഫയൽ നമുക്ക് ചോർത്തിയേ മതിയാവൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു ബിഗ് ഡീലാ. ബട്ട് ഹൗ കാൻ ഐ ഏഞ്ചൽ? ക്ഷമ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക്. ഓ ഡാം ഇറ്റ്, വൈ യു സ്റ്റിക്ക് അപ്പ് ഓൺ ദാറ്റ് ഗേൾ? ക്ഷമയ്ക്ക് പകരം മറ്റൊരാൾ, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കേണ്ട നിന്റെ ജോലിയാ. നവീൻ, യൂസ് യുവർ ബ്രെയിൻ മാൻ. എന്ത് വില കൊടുത്തും എനിക്ക് ആ ഫയൽ ഡീറ്റെയിൽസ് കിട്ടിയേ പറ്റൂ. I'll call you later. See, within 1 hour നമ്മുടെ എൻ്റയർ സിസ്റ്റം ഫോർമാറ്റ് ചെയ്ത് കിട്ടും. ഇതുവരെയുള്ള ഡേറ്റാസ്, നമ്മുടെ കംപ്ലീറ്റ് ഫയൽസും സോർട്ട് ചെയ്ത് പുതുതായി അപ്ലോഡ് ചെയ്യണം. സോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം തീരുമെന്ന് തോന്നുന്നു. ഓക്കെ, ഗുഡ്. നൗമി, ഡു വൺ തിങ്. കമ്പനി അനുവദിച്ചിരിക്കുന്ന ഡിവൈസിൽ ഒഫീഷ്യൽ ഡേറ്റാസ് അല്ലാതെ യാതൊരു പേഴ്സണൽ ഡേറ്റാസും സ്റ്റോർ ചെയ്യാൻ പാടില്ലെന്ന് ഇന്ന് തന്നെ എല്ലാ സ്റ്റാഫുകൾക്കും സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഷുവർ സർ. ഓൾറെഡി എല്ലാവരോടും നമ്മളിത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പുതുതായി വരുന്ന ഫോർമാറ്റിൽ 2 ലോഗിൻ പാസ്വേഡ് ഉണ്ടാവും. ഒന്ന് കോമൺ പാസ്വേഡും മറ്റൊന്ന് എനിക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ട് പാസ്വേഡും.
സോ ഏത് ഡിവൈസിൽ നിന്ന് ഏതൊക്കെ ഡാറ്റാസ് എവിടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് ആരൊക്കെ റിസീവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പപ്പോൾ തന്നെ അറിയാൻ പറ്റും. വാവ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ സർ. ആരെങ്കിലും സ്പൈ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കൈയോടെ നമുക്ക് കണ്ടെത്താനാവും അല്ലേ സർ? യെസ്, ഓഫ് കോഴ്സ്. പക്ഷേ അത് ഒരുപാട് നേട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് നോക്കി. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ യു ലേറ്റർ. ഓക്കെ സർ. സർ ഒരു ഡൗട്ട് ഉണ്ട്. യെസ്. ഈ സിസ്റ്റം ക്രിയേറ്റീവ് സെഷനിൽ മാത്രമായിട്ടാണോ അതോ ഫിനാൻഷ്യലും ടെക്നിക്കലും ഉൾപ്പെടെ എല്ലാ സെഷനിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? എല്ലാ സെക്ഷനിലും ഉണ്ട്.